പ്രോഗ്രാമിന് ഞാൻ ആദ്യമായിട്ട് നന്ദി ഭയങ്കര സന്തോഷമായിട്ട് ആശംസകൾ പറയുന്നു. പിന്നെ എനിക്ക് സന്തോഷം നിങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ട് എനിക്ക് സന്തോഷമൊക്കെ ലഭിച്ചു. നല്ല സന്തോഷം, നല്ല അഭിമാനമുണ്ട്. അതെനിക്ക് തന്ന എൻ്റെ കൂട്ടായ്മയായ സപ്തസ്വര കൂട്ടായ്മയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ മുഖ്യമായി നമ്മുടെ അനസ്റ്റാറ്റിന് നന്ദി പറയുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചുമക്കളായിട്ടുള്ളതൊക്കെ കാണാൻ സാധിച്ചത്, എൻ്റെ ചേച്ചി ചേട്ടന്മാരായിട്ട് കാണാൻ സാധിച്ചതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് ദേവാന അജിത്. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു തൊടുപുഴക്കാരിയാണ്. പിന്നെ ഞാൻ സീക്കരം ഡ്രാമ ജൂനിയേഴ്സിൽ ഫൈനലിസ്റ്റാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൂടിയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, ആർക്കും ബോറടിപ്പിക്കുന്നൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പറയാൻ പോണേ. നമുക്ക് ചിലതിനൊക്കെ നല്ല പേരുണ്ടാവും. അതൊക്കെ വേണ്ട. നമ്മൾ ഈ ലോകത്തിന് ഒന്നിനും, ഒരു സാധനത്തിന്, ഒരു വസ്തുവിനോ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്ത് വേണ്ടാത്തൊരു സാധനമാണ് പേടി. ഈ ലോകത്ത് അങ്ങനെ പേടിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ധൈര്യമായി കണ്ണി നോക്കി തന്നെ കോൺഫിഡൻസോടുകൂടി തന്നെ സംസാരിക്കണം. അല്ലാതെ നാളെ കൂടി നിന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും നല്ല സന്തോഷത്തോടുകൂടി കോൺഫിഡൻസോടുകൂടി സംസാരിക്കണം. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. ഇപ്പൊ നമ്മുടെ മനസ്സിങ്ങനെ പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് നല്ല കാര്യമാണ് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ആ നിമിഷം തന്നെ അവരോട് പോയി ചോദിക്കാവുന്നതാണ്. കണ്ണി നോക്കി നല്ല കോൺഫിഡൻസോടുകൂടി ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു സാധനം എന്താ പറയുക? കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഡിസിപ്ലിൻ ഉണ്ട്. ഡിസിപ്ലിൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കൈകെട്ടി നിന്ന് സംസാരിക്കണം, അതല്ല ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കണം, അതാണ് ഡിസിപ്ലിൻ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം എഴുതാനുണ്ട്, ആ കാര്യം നമുക്ക് ഇപ്പൊ തന്നെ എഴുതി തീർക്കണം. പിന്നത്തേക്ക്, നാളത്തേക്ക്, മറ്റന്നാളത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചെയ്യേണ്ട സാധനം ഇപ്പൊ തന്നെ ചെയ്യണം, അതാണ് ഡിസിപ്ലിൻ. ഓക്കെ, നമുക്ക് പിന്നെ നമ്മളെപ്പോഴും നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഊർജ്ജമായിട്ടിരിക്കണം. നമുക്ക് ഒരേ ഒരു ജീവിതമല്ലോ, ആ ജീവിതമൊക്കെ അടിച്ചു പൊളിച്ചൂടെ, എപ്പോഴും ഇരിക്കണം ആവശ്യം. നമ്മൾ ചിരിച്ചിരിച്ച് കളിച്ചിരുന്നോടെ, സന്തോഷത്തോടെ ഇരുന്നോടെ. പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത, നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ബാധിക്കാത്ത ഏത് സന്തോഷം നല്ലതാണ്. നമ്മൾ നല്ല സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ നമുക്ക് ബോറടിച്ചോ ബോറടിച്ചാൽ ഈ മൈക്കൊന്ന് മേടിച്ച് സംസാരിച്ചേ. അപ്പൊ നമ്മൾ നല്ല സന്തോഷത്തിലിരിക്കേ. അപ്പൊ ഒന്നുകൂടി എന്റെ ഈ കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോണേ. എന്റെ സപ്തസ്വര കൂട്ടായ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. തൊടുപുഴയുടെ ഭാവി വാഗ്ദാനം നമ്മുടെ അബുസാറ്, തൊടുപുഴയുടെ അഭിമാനമായ നമ്മുടെ കലാകാരി ദേവാന അജിത്, ദേവാനയ്ക്കുള്ള സപ്തസ്വര മെൽറ്റ് മ്യൂസിക്കിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. തൊടുപുഴയുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അബുസാറ്. എല്ലാവരും കൈയടിക്കും, എല്ലാവരും കൈയടിക്കും.